വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ കർശന ഇടപെടൽ എന്ന് മന്ത്രി വീണ ജോർജ്. പൊതുവിപണിയിൽ ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ കൃത്യമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പൊതുവിതരണ വകുപ്പും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും ചേർന്ന് ഒരുക്കിയ ജില്ലാ ഓണം ഫെയർ പത്തനംതിട്ട മാക്കാംകുന്ന് താഴത്തെക്കേതിൽ കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഓണം നമ്മുടെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ജനകീയമായിട്ടുള്ള ഉത്സവമാണ്. അപ്പോൾ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരവസരം കൂടിയാണ്. സത്യം മാത്രം സംസാരിക്കപ്പെടുന്ന, കള്ളമില്ലാത്ത, ചതിവില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മുടേതൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ വലിയ വിലക്കയറ്റം നമ്മുടെ വിപണിയിൽ ഉണ്ടാകാതെ ഇരിക്കുന്നത്. ഏറ്റവും അധികം വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനം കൂടി കേരളമാണ്. കാരണം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾ സാധനങ്ങൾ, ബഹുഭൂരിപക്ഷം സാധനങ്ങളും വാങ്ങുന്നു എന്നുള്ളത് കൊണ്ട്, അത് മാതൃകാപരമായിട്ടുള്ള വിപണി ഇടപെടൽ കൊണ്ട് ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ കൃത്യമായ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള, രാഷ്ട്രീയ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പൊതുവിപണിയിൽ ഇത് സാധ്യമാക്കുന്നത്. ആവശ്യ സാധനങ്ങൾ ന്യായവിലയിൽ സപ്ലൈകോ വഴി ലഭ്യമാകുന്നു. സംസ്ഥാനത്ത് സപ്ലൈകോയിൽ ജൂലൈ മാസം 168 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായി. 60 കോടി രൂപയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു. 32 ലക്ഷത്തോളം ഉപഭോക്താക്കൾ സപ്ലൈകോയുടെ വിൽപ്പനശാലകളെ ആശ്രയിച്ചു. വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുകയും മായമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടത്തിയ പരിശോധനയിൽ 10,000 ലിറ്ററോളം മായം കലർന്ന വെളിച്ചെണ്ണ പിടിച്ചെടുത്തതായി മന്ത്രി പറഞ്ഞു. സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി നിർവഹിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസർ KR ജയശ്രീ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ KR അജിത് കുമാർ ആദ്യ വിൽപ്പന നടത്തി. ഓണത്തോടനുബന്ധിച്ച് AAY വിഭാഗം കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണവും ചെയ്യും. നിത്യോപയോഗ സാധനങ്ങളും വിവിധ ബ്രാൻഡുകളും കൺസ്യൂമർ ഉൽപ്പന്നങ്ങളും 5 മുതൽ 50% വരെ വിലക്കുറവിലും കോംബോ ഓഫറിലും ലഭിക്കും. ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ സേവനം ലഭിക്കും. ഓഗസ്റ്റ് 27 കോന്നി, 29, 30 അടൂർ, സെപ്റ്റംബർ 1-2 തിരുവല്ല, 3-4 റാന്നി എന്നിങ്ങനെയാണ് പര്യടനം. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ സമ്മാന പദ്ധതിയും ഓണക്കിറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. 18 ഇനങ്ങളോടെ സമൃദ്ധി ഓണക്കിറ്റ് 1000 രൂപയ്ക്കും മിനി സമൃദ്ധി കിറ്റ് 500 രൂപയ്ക്കും 9 ഇനങ്ങളോടെ ശബരി സിഗ്നേച്ചർ കിറ്റ് 229 രൂപയ്ക്കും ലഭിക്കും. സെപ്റ്റംബർ 4 വരെയാണ് ഓണം ഫെയർ നടക്കുന്നത്. ചടങ്ങിൽ കോഴഞ്ചേരി താലൂക്ക് സപ്ലൈ ഓഫീസർ A ഷാജു, സപ്ലൈകോ ജില്ലാ ഡിപ്പോ മാനേജർ N രാധേഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ നൌഷാദ് കണ്ണങ്കര, ജേക്കബ് ഇരട്ടപ്പുളിക്കൽ, മുഹമ്മദ് സാലി, B ഷാഹുൽ ഹമീദ്, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.